ഓം ശ്രീ സായിരാം. ചില സാമീപ്യങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ചിലതൊക്കെ ജീവിതത്തിൽ അപ്രസക്തമാണെന്ന്, അല്ലേ? പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. ചില സാമീപ്യങ്ങൾ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരു ടീച്ചർ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അച്ഛൻ കുറേ വർഷങ്ങളായി കിടപ്പാണ്. എന്നാലും ജോലിക്ക് പോകുന്നതിന് മുമ്പേ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ആഹാരം കൊടുത്തിട്ടാണ് സ്കൂളിൽ പോകുന്നത്. മിക്കവാറും ഒന്നും അറിയാതെ കണ്ണടച്ച് കിടക്കുന്ന അച്ഛനോട് വല്ലാത്ത അടുപ്പമായിരുന്നു ടീച്ചർക്ക്. ഒടുവിൽ ഒരു ദിവസം അച്ഛൻ മറ്റൊരു ലോകത്തേക്ക് പോയി. കുറേ കഴിഞ്ഞു കാണുമ്പോൾ ആണ് ടീച്ചർ മനസ്സ് തുറന്നത്. കണ്ണ് തുറക്കാതിരുന്നാലും എന്നും റെഡിയായി "അച്ഛാ, ഞാൻ പോകുന്നേ" എന്ന് പറഞ്ഞു അച്ഛൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അച്ഛൻ പതിയെ കണ്ണ് തുറന്ന് എന്നെ ഒന്ന് നോക്കും. അപ്പോൾ ഞാൻ ഉടുത്ത ഡ്രസ്സും ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് അച്ഛൻ നോക്കുന്നതാണ് എനിക്കിഷ്ടം. അച്ഛനൊന്ന് മൂളിയാൽ പോലും എനിക്ക് വല്ലാത്ത ഉത്സാഹമാണ്. അപ്പോൾ അച്ഛൻ വളരെ നന്നായി നടന്നപ്പോൾ എന്നെ കൊഞ്ചിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതും ഒക്കെ ഓർമ്മ വരും. അച്ഛൻ്റെ പുന്നാര മോളായി ഞാൻ ഒരു ചെറിയ കുട്ടിയായി മാറും. അവർ വിഷമത്തോടെ പറഞ്ഞു. എന്തുകൊണ്ടോ അച്ഛൻ പോയി കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകളെ ആ മോൾ ജീവിച്ചിരുന്നുള്ളൂ. രോഗം ബാധിച്ചാണ് ആ മോൾ തൻ്റെ ഏക മകളെയും ഭർത്താവിനെയും വിട്ട് മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. പക്ഷേ എല്ലാവരും പറഞ്ഞത് തൻ്റെ അമ്മയുടെ ഓർമ്മദിനത്തിനും അച്ഛൻ്റെ ഓർമ്മദിനത്തിനും മറ്റു കുട്ടികൾക്ക് ഭക്ഷണവും മധുരവുമായി എത്തുന്ന ടീച്ചറിനെ കുറിച്ചായിരുന്നു. ഇനി വേറെ ഒരു അമ്മയുടെ കഥ കൂടെ പറയാം. സീമച്ചേച്ചിയുടെ അമ്മ 10 വർഷം കിടപ്പായിരുന്നു. പക്ഷേ എന്നും അമ്മയെ ഇഷ്ടമുള്ള സാരി ഉടുപ്പിച്ച് തലയിൽ പൂജ പിടിച്ച് കസേരയിൽ കൊണ്ടിരുത്തിയിട്ടാണ് മകളും അച്ഛനും ബാക്കി കാര്യങ്ങൾക്ക് പോകുന്നത്. കിടന്നു പോയിട്ടും ആ അമ്മ ആർക്കും വേണ്ടാത്ത ആയില്ല. ഇന്ന് യാന്ത്രികമായി പോകുന്ന ബന്ധങ്ങൾ കാണുമ്പോൾ ഈ മക്കളെയൊക്കെ ഓർത്തു പോകും. വർഷങ്ങൾക്ക് ശേഷം ഓർക്കുമ്പോൾ അത്രയും അടുത്ത സ്നേഹമൊക്കെ അന്യമാകുമ്പോൾ തോന്നും ചില സാമീപ്യങ്ങൾ പോലും വളരെ അനുഗ്രഹമാണ് എന്ന്. പലപ്പോഴും ഇന്നത്തെ തലമുറ തിരിച്ചറിയാത്ത ഒരു സത്യമാണത്. തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുകയും അമ്മയെ സന്തോഷിപ്പിച്ച് ആ കസേരയിൽ കൊണ്ടിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വീട്ടിലെ മഹാലക്ഷ്മിയായിട്ട് ആ അമ്മയെ വാഴിക്കുമ്പോൾ ആ കുടുംബം നേടിയ ഐശ്വര്യം വളരെ വലുതായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറില്ലേ, ചിലരുടെ സാമീപ്യം പോലും വളരെ വലിയ അനുഗ്രഹമായിരിക്കും നമുക്ക് കൊണ്ടുതരുന്നത്. പക്ഷേ നമ്മളത് തിരിച്ചറിയുന്നത് വളരെ വൈകിട്ടായിരിക്കും. ഒന്നോർക്കുക, ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സ്നേഹവും ആദരവും അംഗീകാരവും എല്ലാം പ്രകടിപ്പിക്കേണ്ടത്. അവരില്ലാതായിട്ട് അവരെ ഓർത്തിട്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുക, നമുക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ഒരു പ്രയോജനവുമില്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യം പോലും നമുക്ക് വളരെ വലിയ അനുഗ്രഹമാണെന്ന് എപ്പോഴും തിരിച്ചറിയുക. അവരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതിരിക്കുക. ആ ചെറിയ ചെറിയ കരുതലുകൾ വളരെ വലിയ നന്മയായിരിക്കും നമുക്ക് കൊണ്ടുതരുന്നതെന്ന് ഓർക്കുക. ഇന്ന് പലപ്പോഴും കാണാറുണ്ട്, ഏത് കുട്ടിയോട് ചോദിച്ചാലും കിട്ടുന്ന വരുമാനമാണ് ആദ്യം നോക്കുന്നത്. എന്നിട്ടാണ് അവർ ഒരു
കോഴ്സ് സെലക്ട് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അവർ നോക്കുന്നത് എത്ര രൂപ സാലറി അതിൽ വരും എന്നുള്ളതാണ്. 1,00,000 രൂപ സാലറി ഇല്ലാത്ത ജോലി വളരെ മോശം എന്നാണ് അവരുടെ സങ്കല്പം. പക്ഷേ അതുപോലെ തന്നെ 1,00,000 രൂപ സാലറി ഇല്ലാത്ത അച്ഛനും അമ്മയും വേണ്ടാത്ത വസ്തുക്കളായും അവർ കണക്കാക്കുന്നു. പക്ഷെ ഒന്നോർക്കുക, എത്ര ചെറിയ വരുമാനമാണെങ്കിലും അത് ചെയ്യാനുള്ള ആ മനസ്സ്, അവരുടെ കഠിനാധ്വാനം, നമ്മെ ആരുടെ മുന്നിലും തോൽക്കാൻ അനുവദിക്കാതെ നമ്മെ താങ്ങി നിർത്തുന്ന അവരുടെ ആ കരുതൽ, അതൊക്കെയാണ് നമുക്ക് വളരെ വലിയ വിജയം കൊണ്ടുതരുന്നത്. അല്ലാതെ ലക്ഷങ്ങളുടെ കണക്കോ കൂട്ടിവെക്കുന്ന ബാങ്ക് ബാലൻസോ അല്ല എന്ന് നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ഓർമ്മിക്കാനിട വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ താല്പര്യമനുസരിച്ചാണ് നമ്മൾ പഠനത്തിൽ ഓരോ വിഷയങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ അതിന് എത്ര ലക്ഷം കിട്ടും എന്നല്ല. കാരണം പലപ്പോഴും ഈ ലക്ഷങ്ങൾ സമ്പാദിച്ച് വെച്ചിട്ട് ആൾക്കാർ, അവതാനന്ദമയി മാതാവ് പറയാറുണ്ട്, ലക്ഷങ്ങളുടെ ഫ്ലാറ്റിനകത്ത് കിടന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുവെന്ന്. എന്തുകൊണ്ടാണ്? ഈ സമ്പാദ്യം അല്ലെങ്കിൽ ഈ കൂട്ടിവയ്പ്പ് അവർക്ക് ഒന്നും നേടിക്കൊടുക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്നവരാണ് ഏറ്റവും അരക്ഷിതാവസ്ഥയിൽ കഴിയുക എന്ന് നമ്മൾ ഓർക്കുക. വളരെയധികം പ്രശസ്തി ഉണ്ടായിട്ടും എത്രയോ ആൾക്കാർ പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിച്ചു പോകുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഈ സമ്പാദിച്ച് വയ്ക്കുന്നതൊന്നും അവരുടെ മാനസിക നില ഉയർത്താനോ അവരുടെ സന്തോഷത്തിനോ വഴിവെക്കുന്നില്ല. നമ്മൾ ഈ കൂട്ടിവെക്കുന്നത് പലപ്പോഴും പലരുടെയും അതായത് തങ്ങളുടെ കുട്ടികളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് വളരെ വൈകിട്ടായിരിക്കും അവർ അറിയുന്നത്. അതുകൊണ്ട് എപ്പോഴും ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പഠന വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ മാനുഷികമായ പരിഗണന കൂടെ തിരഞ്ഞെടുക്കുക. പണ്ടൊക്കെ ഡോക്ടർമാർ പറയുമായിരുന്നത്, എനിക്ക് സമൂഹത്തെ സേവിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടറായി എന്നാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും പറയുന്ന ഡോക്ടർമാരെ കാണാനേ കിട്ടാറില്ല. അങ്ങനെ പറയുന്നവർ പലപ്പോഴും അപഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിൽ വയ്ക്കുക. ഒരിക്കലും കൂട്ടിവയ്ക്കുന്ന സമ്പാദ്യമല്ല, നമ്മൾ പങ്കിട്ടു പോകുന്ന സ്നേഹമാണ് പ്രധാനം. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ കഴിയാനുമുള്ള അവസരവും കൂടി നമ്മൾ ജോലിയിലും എല്ലാം ഏർപ്പെടുമ്പോൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. ജയ് സായിരാം.